ഓണാട്ടുകരയുടെ ദേശദേവതയായ ചെട്ടികുളങ്ങര ഭഗവതിക്കുള്ള ഇഷ്ടവഴിപാടായ കുത്തിയോട്ടത്തെ സാമ്പ്രദായിക ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആസ്വാദികരമായ ഒരു സർഗസൃഷ്ടിയായി പരിവർത്തനപ്പെടുത്തി അതിന്റെ തേജസ് ഉയർത്തിയ ആളാണ് വി വിജയരാഘവക്കുറുപ്പ്. കുത്തിയോട്ടത്തിന്റെ എല്ലാ മേഖലയും മൗലികമായ സംഭാവനകൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയ മഹാപ്രതിഭ. കുത്തിയോട്ട കലാക്ഷേത്രം എന്ന പഠന ഗവേഷണ പരിശീലന കേന്ദ്രം സ്വപ്നമായി കാണുന്നയാൾ. അഭീഷ്ടവരദായിനിയായ ചെട്ടികുളങ്ങര ഭഗവതിക്ക് കുത്തിയോട്ടം ഇഷ്ട വഴിപാടാണ്. അനുഷ്ഠാനം കലയുമായി സമന്വയിക്കുന്നതിന്റെ അസാമാന്യ തേജസ്സുണ്ട് കുത്തിയോട്ടത്തിന്. സംഗീതം, സാഹിത്യം, താളവട്ടം, ചുവടുവയ്പ് എന്നിവയെല്ലാം ഇതിൽ അന്തർലീനമാണ്. കുത്തിയോട്ടത്തിന്റെ സാമ്പ്രദായിക ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആസ്വാദികരമായ ഒരു സർഗസൃഷ്ടിയായി അതിനെ പരിവർത്തനപ്പെടുത്തിയ ആളാണ് വി വിജയരാഘവക്കുറുപ്പ്. കുത്തിയോട്ടത്തിന്റെ എല്ലാ മേഖലയും മൗലികമായ സംഭാവനകൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയ മഹാപ്രതിഭ. കുത്തിയോട്ടത്തിന്റെ തേജസ് വാനോളം ഉയർത്തിയ ആൾ. കലയുടെ കേദാരം പോൽ പെരുമയതണിയും പ്രിയകരനാടേ, പല പല പുകളാ പകലവനെപ്പോൾ പ്രഭ ചൊരിയും പ്രിയനാടേ, അറിയേണ്ടേതാണിടമെന്ന് കരപതിമൂന്നും കമലദളം പോലൊരുമയിലമരും നാടേ, ഭഗവതി ഞങ്ങൾക്കഖിലവുമരുളും ചെട്ടികുളങ്ങര നാടേ. കുത്തിയോട്ടം എന്ന അനുഷ്ഠാന കലാരൂപത്തെ കാലികമായി പരിവർത്തനപ്പെടുത്തിയ വിജയരാഘവക്കുറുപ്പ് കുത്തിയോട്ട കുമ്മികളുടെ രചയിതാവാണ്. സംഗീത സംവിധായകനാണ്, ഗായകനാണ്. ഒരു കലാരൂപത്തെ അതിന്റെ സമസ്ത മേഖലയിലും വ്യാപരിച്ച് പെരുമയുടെ ഉത്തുംഗത്തിൽ എത്തിച്ച ഇതുപോലെ മറ്റൊരു കലാകാരനുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാകും കാലം നൽകുന്ന മറുപടി. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലോ വഴിപാടുകാരന്റെ ഭവനങ്ങളിലോ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കുത്തിയോട്ട പാട്ടുകളും ചുവടുകളും ചെട്ടികുളങ്ങര പേള കരക്കാരനായ ഇദ്ദേഹത്തിലൂടെ ജനകീയ ആസ്വാദനത്തിന്റെ വേറിട്ട തലം നേടിയെടുക്കുകയായിരുന്നു. തനതായ ഒരു പാട്ട് സാഹിത്യമുള്ള കുത്തിയോട്ടത്തിന് ചുവടുകൾ താനെ പിറക്കുമാറ് ചടുലതയുള്ള വായ്ത്താരിയായ താനവട്ടത്തിന്റെ ചേർച്ച നൽകുന്ന ഊടും പാവുമുണ്ട്. ഓണാട്ടുകര ഭാഷയുടെ ലയനം കൂടിയാകുമ്പോൾ ഇത് നാടിന്റെ സംസ്കൃതിയുടെ ഭാഗം തന്നെയാകുന്നു. ഇത്തരത്തിൽ കുത്തിയോട്ട കുമ്മികളെ നാടിന്റെ ഗീതികളാക്കി മാറ്റിയതിലും ദേശഭേദമില്ലാതെ അതിന് ആരാധകരെ സൃഷ്ടിച്ചതിലും നാട് ഈ പ്രതിഭയോട് കടപ്പെട്ടു. മാനത്തു മല്ലിക പൂത്തു വാനിലാകെയും താരകം പൂത്തു, തൂഗന്ധമാരുതനോടി കളിച്ചു വൃന്ദാവനം പൂവനം തീർത്തു, പൂവന മധ്യത്തിലെന്തേ ഇതം പൂതന്നെ തീർത്തൊരീ തൽപ്പം, ആരൊരുക്കി സൂനതൽപ്പം ഗോപിരാധയോ മാരനോ ചൊല്ലു. ചെട്ടികുളങ്ങരയിലെ ഭരണയുത്സവ നാളുകളിൽ ദേവീ സാന്നിധ്യം വരികളിലും ആലാപനത്തിലും ആവാഹിച്ച് വിജയരാഘവക്കുറുപ്പ് സജീവമാകുമ്പോൾ ഭക്തജനങ്ങളുടെ മാത്രമല്ല കലാപ്രേമികളായവരുടെയും വലിയ പ്രവാഹമാണ് അനുഭവപ്പെടുന്നത്. കുത്തിയോട്ടം എന്ന അനുഷ്ഠാന കലാരൂപത്തിൽ 48 വർഷങ്ങൾക്ക് മുമ്പ് ബാല്യകാലത്ത് ചുവടുവെച്ചാണ് വിജയരാഘവക്കുറുപ്പ് എത്തിയത്. MK വേലായുധൻപിള്ള ഓമനയമ്മ ദമ്പതികളുടെ മകനായി പിറന്ന വിജയരാഘവക്കുറുപ്പ് ചേർത്തലയിലും ചെട്ടികുളങ്ങരയിലുമുള്ള സ്കൂളുകളിൽ നിന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. അക്കാലത്തും മാവേലിക്കരയിലും ചേർത്തലയിലെയും കോളേജ് വിദ്യാഭ്യാസം നടത്തുന്ന കാലത്തും ഗായകൻ എന്ന നിലയിൽ ശ്രദ്ധേയനായി. വിജയരാഘവക്കുറുപ്പിന്റെ പിതാവ് MK വേലായുധൻപിള്ള കുത്തിയോട്ട പാട്ടുകളുടെ രചനാരംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ ആളായിരുന്നു. അന്നൊരു പൗർണമി നാൾ തുടങ്ങി കാവ്യഭംഗിയുള്ള ഒട്ടേറെ കുമ്മികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 12 വയസ്സുള്ളപ്പോൾ മുതൽ വീടിനടുത്തുള്ള ഭജന സംഘത്തിൽ പങ്കെടുത്ത വിജയരാഘവക്കുറുപ്പിനെ കുത്തിയോട്ടവുമായി ചെറുപ്പത്തിൽ തന്നെ അടുപ്പിച്ചത് ബന്ധുവായ കുത്തിയോട്ട ആശാൻ ശങ്കരക്കുറുപ്പും തന്റെ അച്ഛനും തമ്മിൽ കുത്തിയോട്ട സാഹിത്യവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന ചർച്ചകളാണ്. സംഗീതവുമായി പ്രത്യേകിച്ച് കർണാടക ശാസ്ത്രീയ ധാരയുമായി അടുപ്പിച്ചതാകട്ടെ റേഡിയോയിൽ അക്കാലത്ത് പതിവായിരുന്ന സംഗീത കച്ചേരികളും.
ബിരുദ പഠനത്തിന് ശേഷം തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയിൽ ജോലി കിട്ടിയതോടെ സംഗീത പഠനത്തിനും വഴിയൊരുങ്ങി. തിരുവനന്തപുരത്തെ സംഗീത സദസ്സുകളിൽ പതിവ് സന്ദർശകനായി മാറിയ വിജയരാക്കുറുപ്പിന്റെ ശാസ്ത്രീയ സംഗീത ഗുരു അറിയപ്പെടുന്ന സംഗീതജ്ഞനായിരുന്ന വൈകുണ്ഠപതിയാണ്. സംഗീതത്തിലെ അദ്ദേഹത്തിന്റെ ശിക്ഷണം പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്നതിലുള്ള അവഗാഹം വർദ്ധിപ്പിച്ചു. കേരള സർവകലാശാലയിൽ നിന്നും ജോയിന്റ് രജിസ്ട്രാറായി വിരമിച്ച കാലം വരെയും തിരുവനന്തപുരത്തെ സംഗീത സദസ്സുകളിൽ കുറുപ്പ് സജീവമായിരുന്നു. പിതാവിൽ നിന്ന് ലഭിച്ച സാഹിത്യാഭിരുചിയും സംഗീതജ്ഞാനവും നാടിന്റെ തനത് താളപ്രകൃതിയും വിജയരാവ് കുറുപ്പിനെ കുത്തിയോട്ടക്കൊമ്മികളുടെ രചനയിലേക്ക് നയിക്കുകയായിരുന്നു. 1980കളിലാണ് ആദ്യ രചന. തുടർന്ന് ഇക്കാലം വരെയും 150ഓളം കുത്തിയോട്ടക്കൊമ്മികൾ ഇദ്ദേഹം രചിച്ച് സംഗീതം നൽകി പാടി സമർപ്പിച്ചിട്ടുണ്ട്. 1992 മുതൽ 20ൽ പരം ഓഡിയോ വീഡിയോ സിഡികൾ പുറത്തിറക്കി. ദേവിയെ പ്രകീർത്തിക്കുന്നതിനൊപ്പം ദേവി ഐശ്വര്യം പടർത്തുന്ന നാടിനെ കുറിച്ചുള്ള പദാനുപത വർണ്ണനയും കെട്ടുകാഴ്ചയുടെ വർണ്ണശബളിമയും ഒക്കെ വിജയരാക്കുറുപ്പിന്റെ കൃതികളിൽ ഉണ്ട്. ഭൃങ്കാളി ചുറ്റി പറന്നു പൂമെത്തമേ അംഗപരാഗം പരന്നു, ഭൃങ്കാളി ചുറ്റി പറന്നു പൂമെത്തമേ അംഗപരാഗം പരന്നു, സംഗീത സൗഹൃദമാർന്നു പൂവമ്പനെ ഭംഗ്യായതിരേറ്റു നിന്നു, താനിത്തനം തനം താന തനെ താനിത്തനം തനം താന. സൗന്ദര്യമുള്ള കാവ്യബിംബങ്ങളിലൂടെ ഗാംഭീര്യത്തോടെ ആശയങ്ങൾ ശ്രുതിമധുരമായി അവതരിപ്പിച്ച കുറുപ്പിന്റെ കുത്തിയോട്ടക്കൊമ്പികൾ സാമ്പ്രദായികവും പൗരാണികവുമായ കീഴ്വഴക്കങ്ങളെ ലംഘിക്കുന്നതാണെന്നും ക്ഷേത്ര ചടങ്ങായ കുത്തിയോട്ട വഴിപാടിനെ വർണ്ണാഭമായ ആഘോഷമാക്കുന്നെന്നും ഉള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും അതിന്റെ സ്വീകാര്യതയും ജനകീയ സ്വഭാവവും വർദ്ധിച്ചു വന്നത് ആരോപണങ്ങൾക്കുള്ള മറുപടിയാകുന്നു. അനുഷ്ഠാന കലാരൂപങ്ങൾക്കാണെങ്കിലും പരിവർത്തനം അനിവാര്യമാണെന്നും തലമുറകൾ അവ കൈമാറണമെങ്കിൽ ചിട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കാലോചിതമായ മാറ്റങ്ങൾ വേണമെന്നും വിജയരാവ് കുറുപ്പ് വിശ്വസിക്കുന്നു. വിദേശങ്ങളിൽ ഉൾപ്പെടെ കുത്തിയോട്ടക്കൊമ്മിയും ചുവടും അവതരിപ്പിക്കാൻ സ്ഥിരമായി അവസരം ലഭിക്കുന്നതും നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തുന്നതും ഇദ്ദേഹത്തിന്റെ സഭ്യതയ്ക്കുള്ള വലിയ അംഗീകാരങ്ങളാണ്. 2004 സംസ്ഥാന ഫോക്ലോർ അക്കാദമി ഇദ്ദേഹത്തെ ആദരിച്ചു. ചെറുതും വലുതുമായ ഒട്ടേറെ പുരസ്കാരങ്ങൾ ഇപ്പോഴും വിജയരാവ് കുറുപ്പിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. 1988 കുത്തിയോട്ടം ആദ്യമായി ദൂരദർശനിൽ അവതരിപ്പിച്ചതും ഇദ്ദേഹമാണ്. കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും ഗുജറാത്തിലുമൊക്കെ കുത്തിയോട്ടം അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ട തന്റെ വേറിട്ട പ്രവർത്തനത്തിന് തുടർച്ച നൽകുവാൻ പുതുതലമുറ തയ്യാറാകുന്നുണ്ടെന്ന് വിജയരാവ് കുറുപ്പ് പറയുന്നു. പുതിയ തലമുറ എന്ന് പറയുമ്പം ഞാൻ ഈ പുതിയ ഒരു രീതിയിൽ ഈ പാട്ടുകൾ സമർപ്പിച്ചപ്പോഴേ സർവാത്മന അത് മുഴുവൻ ജനങ്ങളും ഏറ്റുവാങ്ങി എന്നുള്ളതാണ് സത്യം. അതുതന്നെയാണ് ഇന്നീ പറഞ്ഞ ഒരു സംസ്കാരത്തിൻ്റെ തന്നെ പരിവർത്തനമായി മാറിയത്. അപ്പം നല്ലതിനെ കണ്ടാൽ ബഹുഭൂരിപക്ഷം ആളുകളും സർവാത്മന സ്വീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, നല്ലതാണെങ്കിൽ. പിന്നെ അതിനെ ചുവട് പിടിച്ച് അതിൻ്റെ നിലവാരം സൂക്ഷിക്കാത്ത പല കൃതികളും ഒക്കെ ഉണ്ടാകാം. അതൊക്കെ കാലത്തിൻ്റെ വഴിയെ നിലനിന്നെന്ന് വരാം, നിന്നില്ലെന്നും വരാം. കുത്തിയോട്ടത്തിന്റെ പെരുമ നിലനിർത്താൻ പരിശീലന പഠന ഗവേഷണ കേന്ദ്രം എന്ന ചിരകാല അഭിലാഷത്തിന്റെ അടിസ്ഥാനത്തിൽ വിജയരാവ് കുറുപ്പ് വിഭാവനം ചെയ്തതാണ് ചെട്ടികുളങ്ങര കുത്തിയോട്ട കലാക്ഷേത്രം എന്ന ആശയം. എന്നാൽ ഇതിനോട് ആഭിമുഖ്യം പുലർത്തിയവരാണ് ഏറെയെങ്കിലും പ്രാവർത്തികമാക്കാനുള്ള പിന്തുണയും സഹകരണവും നൽകിയവർ നന്നേ കുറവ്. മൺമറഞ്ഞു പോകുന്ന ഒരുപാട് കഥകളും രചനകളുമുണ്ട്. അവയെല്ലാം കണ്ടെത്തി ശുദ്ധീകരിച്ച് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുക. പിന്നെ കുത്തിയോട്ടത്തിൻ്റെ ചരിത്രം, അതിൻ്റെ ഒറിജിൻ എവിടെ തുടങ്ങി, അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള റിസർച്ച്. ഇന്ന് കുത്തിയോട്ടം എങ്ങനെയാണ് ഉത്ഭവിച്ചത്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായ ഉത്തരം ആർക്കുമില്ല. ആർക്കും വന്ന് ആ കലാരൂപം പഠിക്കാനുള്ള ഒരു കോമൺ വേദി, ഒരു പ്ലാറ്റ്ഫോം, അതിന് ഒരു സ്ഥലം വേണം. അതിനെ റിഹേഴ്സ് ചെയ്യാനുള്ള റിഹേഴ്സൽ റൂം, റിസർച്ച് റൂം, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാപനം. അതായിരുന്നു ചെട്ടികുളങ്ങര കുത്തിയോട്ട കലാക്ഷേത്രം എന്നും പറഞ്ഞ് ഞാൻ ഇത് തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലെ സ്വപ്നം. പക്ഷേ നിർഭാഗ്യവശാൽ ഒരിടത്തു നിന്നും, ഞാനത് എവിടെ നിന്നും പറയുന്നില്ല, അതിന് യാതൊരു പിന്തുണയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു വലിയ നഷ്ടസ്വപ്നമായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും. കമലദളങ്ങൾ പോലെ കരകൾ നിറഞ്ഞ കലയുടെ കേദാരമായി സ്വന്തം നാടിനെ കാണുന്ന ഈ കലാകാരൻ അക്ഷരങ്ങളെ തന്റെയും നാടിന്റെയും ഇഷ്ടദേവതയായ അംബികയ്ക്ക് സദാ സമർപ്പിച്ചിരിക്കുന്നു. കർണാടക സംഗീതത്തിലെ 22ാം മേളകർത്താ രാഗമായ ഖരഹരപ്രിയയുടെ ജന്യരാഗമായ ആഭേരിയിലാണ്
മിക്ക രചനകളും ഇദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശോകവും ഭക്തിയും സഹജഭാവമായ രാഗത്തെ കുത്തിയോട്ടത്തിന്റെ ദ്രുതഗതി വിന്യാസത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നതിൽ അസാമാന്യ വൈഭവമാണ് പ്രകടിപ്പിക്കുന്നത്. സദാ അനുഗ്രഹം ചൊരിയുന്ന ദേവിയുടെ മനസ്സിൽ എന്താകും എന്ന ചിന്തയാണ് മനോഹരമായ ഈ ഉറക്കുപാട്ടിന്റെ രചനയിലേക്കും ആലാപനത്തിലേക്കും വിജയരാവ് കുറുപ്പിനെ നയിച്ചത്. ഇനിയൊന്നുറങ്ങുകമ്മേ, ഒരുപാടു നേരം പോയി, തൊഴുകൈകൾ കണ്ടു കണ്ട മിഴിത്തളർന്നോ, പരിദേവനങ്ങൾ കേട്ട മൃദുമൈ തളർന്നിടാമെന്നറിയാതെ പോയി ഞങ്ങൾ ഇനിയുറങ്ങൂ. സകലം തനിക്കു മാത്രം, ശകലം തിരിച്ചില്ലാതെ അതിമോഹ വിഭ്രമങ്ങൾ കുടമ നമ്മൾ. പരവേശമോടു സർവം അരികത്തുറപ്പാക്കിടാൻ അലയും മനസ്സുമൊപ്പം വപുസുമെന്നും. അറിവില്ലിവർക്കെന്തമ്മേ, അറിവെന്നതല്ലാതെല്ലാം അറിയാം. ഇദ്ദേഹത്തിന്റെ കുത്തിയോട്ട സബരിക്ക് വലിയ പിന്തുണയാണ് പേള ഇല്ലത്തുതക്കതിൽ എന്ന സ്വന്തം വീട്ടിൽ നിന്നും ലഭിക്കുന്നത്. ഭാര്യ ആർ ശ്രീകുമാരി, മക്കളായ ഭവപ്രിയ, ശിവപ്രിയ എന്നിവരും കുത്തിയോട്ടത്തെ ജീവശ്വാസമായി തന്നെ കാണുന്നു. ചെട്ടികുളങ്ങര അമ്മ പല ഭാവങ്ങളിൽ വിരാജിക്കുന്നുവെന്നാണ് വിശ്വാസം. എല്ലാം തീവ്ര ഭാവം തന്നെ. രക്ഷകയുടെ കനിവാർന്ന വാത്സല്യവും കരുതലിന്റെ കാർക്കശ്യവും അമ്മയ്ക്കുണ്ട്. ആ വൈവിധ്യമാർന്ന ഭാവതലം തന്നെയാണ് വിജയരാവ് കുറുപ്പും വാക്കുകളിലൂടെയും ആലാപനത്തിലൂടെയും എല്ലാവരിലേക്കും പകരുന്നതും.